കവിത എഴുതാറില്ലെങ്കിലും കവിതാപരമായ സിനിമാ ഗാനങ്ങൾ ശ്രവിക്കാറുണ്ടല്ലോ, പഴയ ഗാനങ്ങളും പുതിയ ഗാനങ്ങളൊക്കെ. ഞാൻ പറയുമല്ലോ, കേരളത്തിലുള്ള സാഹിത്യ ലോകം ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ പാതകം കേരളത്തിലെ മലയാള രംഗത്തെ ഗാനരചനയെക്കുറിച്ച് ഗൗരവതരമായി ചിന്തിച്ചിട്ടുള്ള ലോകത്തിലെ ഏത് ഗാനങ്ങളെക്കാൾ മികച്ച ഗാനങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ളത് കേരളത്തിലാണ്. എന്ത് അർത്ഥസമ്പുഷ്ടമായ ഗാനങ്ങളാണ് വയലാറും പി ഭാസ്കരനും ONV കുറുപ്പും തുടങ്ങിയുള്ള ആളുകൾ, യൂസഫ് അലി കച്ചേരി, അങ്ങനെ എല്ലാവരും തന്നെ അത് ഇത്രപോലെ അർത്ഥമുള്ള, പക്ഷെ അതെന്തോ ഗൗരവതരമായിട്ട് അത് എന്താ ഈ ഗാനങ്ങൾ സാഹിത്യത്തിലെ ഒരു നല്ല ശാഖയാണെന്ന് അംഗീകരിക്കാൻ എന്താണ് ബുദ്ധിമുട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നുമല്ല, ഞാനിപ്പോൾ ഇനിയിപ്പോൾ അതാരെങ്കിലും കൊണ്ടൊന്ന് മുൻകൈ എടുപ്പിക്കണം, ഇവരുടെ ഗാനങ്ങളൊക്കെ ഒന്ന് സമാഹരിച്ചുകൊണ്ട്. ഇന്നും കേരളത്തിൽ മനോഹരമായ ഇംഗ്ലീഷ് ഗാനങ്ങൾ ആലപിക്കുന്ന സംഘങ്ങളുണ്ട്. അവരെല്ലാം ഇംഗ്ലീഷ് ഗാനങ്ങളാണ് ആലപിച്ചുകൊണ്ടിരിക്കുന്നത്, ഇംഗ്ലണ്ടിൽ എഴുതിയ ഗാനങ്ങളൊക്കെ. ഈ വയലാറിൻ്റെയും ഈ പി ഭാസ്കറിൻ്റെയൊക്കെ ഗാനങ്ങൾ തർജ്ജമ ചെയ്ത് ഇംഗ്ലീഷിലാക്കിയാൽ നമുക്കൊരു ഭാഷയിലത് പക്ഷെ കേൾക്കാൻ സാധിക്കില്ല. കരയുന്നു പുഴ ചിരിക്കുന്നു, കണ്ണീരുമൊഴിപ്പിച്ച് കൈവഴികൾ പിരിയുമ്പോൾ കരയുന്നു പുഴ ചിരിക്കുന്നു എന്നൊക്കെ ഇംഗ്ലീഷിലൊന്നും എഴുതിയിട്ടില്ല. ലോകത്തിലെ ഏറ്റവും വലിയ പാട്ടായിട്ട് പറയുന്നത് എൽട്ടൺ ജോണിൻ്റെ കാൻഡിൽ സ്റ്റാർ ബേണിംഗ് എന്നുള്ള പാട്ടാണ്. അത് ഈ ഡയാന രാജകുമാരി മരിച്ചപ്പോൾ അദ്ദേഹം പാടിയപ്പോൾ ലോകം മുഴുവൻ കണ്ണീർ വാർത്തു എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഹൃദയകാരിയായി എത്ര ഗാനങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. വയലാർ രാമവർമ്മയുടെയൊക്കെ ഓരോ ഗാനത്തിൻ്റെ ഡെപ്ത്. ഇപ്പം പെരിയാറെ പർവ്വതനിരയുടെ പനിനീര് എന്ന് പറയുമ്പോൾ നമ്മൾ ഭംഗിയാണ്, അതിനേക്കാൾ ഭയങ്കരമല്ലേ മലയാറ്റൂർ പള്ളിയിൽ പെരുന്നാൾ കൂടണം, ശിവരാത്രി കാണണം നീ, ഒരു രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്രം അദ്ദേഹത്തിൻ്റെ കവിതയിൽ കൂടി കൊണ്ട്. അതിനെക്കുറിച്ച് ഗൗരവതരമായ പഠനം നിങ്ങളൊക്കെ പോലെ ഈ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ നടത്തേണ്ടതാണ്. അത് വയലാർ തൊട്ട് അവസാനം മരിച്ച ഗിരീഷ് പുത്തഞ്ചേരി വരെ എഴുതിയിട്ടുള്ള ആ ഗാനങ്ങളിലുള്ള ആശയവും കവിതയും അത് എന്തോ കേരളം അത് വിലമതിക്കാതെ പോയി എന്നുള്ളതാണ്. അത് ഞാനത് പറയാൻ കാര്യം, ഇപ്പോൾ മലയാളത്തിലെ അറിയപ്പെടുന്ന മലയാളികളുടെ മുഴുവൻ കണ്ണുകളെ ഈറനണിയിച്ച ഒരു പാട്ടിൻ്റെ 110ാമത് വർഷമാണ്. ആ പാട്ടാണ് സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എന്നുള്ളത്. ആളുകൾക്ക് ആർക്കും അറിയില്ല. ആ പാട്ട് എഴുതിയത് ജർമ്മനിയിൽ നിന്നും മിഷണറിയായി ഇന്ത്യയിലെത്തിയ ഓൾബ്രീറ്റ് നാഗൽ എന്ന് പറയുന്ന ജർമ്മൻകാരനാണ്. ആ ജർമ്മൻകാരൻ എഴുതി വെച്ച പാട്ട് പക്ഷേ ഇന്നും ആളുകൾ വിശ്വസിക്കുന്നത് 1970 പുറത്തിറങ്ങിയ അരനാഴിക നേരം എന്ന് പറഞ്ഞ ചിത്രത്തിൽ വയലാർ രാമവർമ്മ എഴുതി ദേവരാജൻ ട്യൂൺ ചെയ്തെന്നാണ്. അതിനു മുമ്പ് എഴുതപ്പെട്ട ഈ സാധനമാണ്. ആ ഓൾബ്രീറ്റ് നാഗൽ എന്ന് പറയുന്ന ആൾ എഴുതിയ ആ ഗാനത്തിൽ നിന്ന് ഒരു വരി പോലും വയലാർ മാറ്റിയിട്ടില്ല. ആ രാഗമാണെങ്കിൽ വിശ്വോത്തരമായ ഗ്രിഗോറിയൻ സംഗീതത്തിൻ്റെ രാഗമാണ്. അത് ദേവരാജം മാറ്റിയിട്ടില്ല. ഓൾബ്രീത്തിൻ്റെ മകൻ വളരെ ചെറുപ്രായത്തിൽ ഉദരരോഗം വന്ന് മരിച്ചുപോയ അവസരത്തിൽ അത് ആ ഓൾബ്രീത്തിൻ്റെ മകൻ്റെ വിലാപയാത്രക്ക് ഈ പാട്ട് പാടിയെന്നാണ് പറഞ്ഞത്. വാസ്തവത്തിൽ ഇത് വിലാപയാത്രക്ക് വേണ്ടി എഴുതിയ പാട്ടല്ല. ആ പാട്ട് ജീവിതത്തിൻ്റെ ക്ഷണഭംഗുരതയെക്കുറിച്ച് അദ്ദേഹം എഴുതിയ പഴയൊരു പാട്ടാണ്. മകൻ്റെ വിലാപയാത്രക്ക് ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മലയാളി ഈ പാട്ട് കേട്ടാൽ ഇന്നും മലയാളിയുടെ കണ്ണ് നിറയും. എന്തുകൊണ്ട് മലയാളം പഠിച്ചൊരു ജർമ്മൻകാരന് ഇത്ര ഹൃദയസ്പർശിയായി ഒരു ഗാനം എഴുതാൻ കഴിഞ്ഞുവെങ്കിൽ മലയാളികൾക്ക് കഴിയുന്നില്ല. 110 കൊല്ലം മുമ്പ് എഴുതിയ ആ ഗാനം ഇന്ന് മലയാളികളുടെ കണ്ണുകൾ ഇറണനീക്കുമെങ്കിൽ അതിനേക്കാൾ മനോഹരമായി എഴുതേണ്ടതല്ലേ നമ്മുടെ കവികൾക്ക്? എന്തുകൊണ്ട് കഴിയുന്നില്ല? അതൊക്കെ വളരെ ഗൗരവമായി കലാരംഗത്തുള്ള ആളുകൾ ചെയ്യണം. ഞാൻ പിന്നെ അത് നമ്മുടെ ഒരു വലിയ കൈകാര്യം ചെയ്യേണ്ട വിഷയമല്ല. പത്രപ്രവർത്തനത്തിലും ഒക്കെ ചെറുതായി ഒതുങ്ങി വെക്കുന്നതുകൊണ്ട് ഞാനത് ചെയ്തില്ല എന്ന് മാത്രമല്ല. ഇപ്പോഴും ലേഖനങ്ങളൊക്കെ എഴുതാറില്ല സാർ? ഞാൻ ലേഖനങ്ങൾ എഴുതുന്നുണ്ടല്ലോ. ഞാൻ പല പ്രസിദ്ധീകരണങ്ങളും, അമേരിക്കയിലെ പ്രസിദ്ധീകരണങ്ങൾ, ഗൾഫിൽ നിന്നുള്ള പ്രസിദ്ധീകരണങ്ങളിലൊക്കെ ഞാൻ എഴുതുന്നുണ്ട്. പക്ഷെ എൻ്റെ ഒരു മികച്ച സംഭാവനയായിട്ട് ഞാൻ കരുതുന്നത് കഴിഞ്ഞ 25 വർഷമായി മംഗളം വാരികയിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന ഇരുളും വെളിച്ചവും എന്ന ഇത്. എന്തൊക്കെ തന്നെ വന്നാലും എനിക്ക് വളരെയധികം ആളുകൾക്ക് വെളിച്ചം നൽകാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ എന്നും ഒരു കാര്യത്തിൽ അഹങ്കാരത്തോട് പറയാറുള്ളൂ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ടിട്ടുള്ള ലേഖനങ്ങൾ ഞാൻ എഴുതിയിട്ടുള്ള ഇരുളും വെളിച്ചമാണ്. ഒരു മാസം 5000 വായനക്കാരുടെ കത്തുകൾ വരെ കിട്ടുമായിരുന്നു. എന്ന് മാത്രമല്ല, ഇപ്പം കേരളത്തിലൊക്കെ ഞാൻ തീവണ്ടിയിലും ബസ്സിലും ഒക്കെ പോകുമ്പോൾ ആളുകൾ വരും. ഞാൻ എവിടെയൊക്കെ വിദേശത്ത് പോയിട്ടുണ്ടോ അവിടെയൊക്കെ വെച്ച് ഞാൻ ഒരു മനുഷ്യനും പോകാത്ത ബൾഗേറിയയിൽ ഒരു സെമിനാറിന് പോകാൻ പങ്കെടുക്കുമ്പോൾ എൻ്റെ മുറിയിലേക്ക് ഒരു മലയാളി ചെറുപ്പക്കാരൻ കയറി വന്നു.
അയാൾ പറഞ്ഞു എൻ്റെ പേര് CS ബാബു എന്നാണ്, ഞാനിവിടെ സോഫിയ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ആളാണ്, സാറിൻ്റെ ലേഖനം ഞാൻ കുട്ടിക്കാലം തൊട്ട് വായിക്കുന്നതാണ്, അതുകൊണ്ട് കാണാൻ വന്നതാണ്. അയാൾ ഇന്നിപ്പോൾ അവിടെ പഠിച്ച ഡോക്ടറായി അമേരിക്കയിലാണ്. ഞാൻ അമേരിക്കയിലേക്ക് പോകുമ്പോഴേക്ക് ഫ്രാങ്ക്ഫർട്ടിൽ വിമാനത്താവളത്തിൽ നിൽക്കുമ്പോൾ കാല ഞൊണ്ടിക്കൊണ്ട് ഒരുത്തൻ നടന്നു വന്നു, എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ചോദിച്ചു റോയ് സാറാണ് അത്. ഞാൻ ചോദിച്ചു നിങ്ങളാരാ? ഞാൻ കാസർഗോട്ടുകാരൻ നൂറുദ്ദീനാണ്, ഞാൻ ബ്രസീലിൽ വെച്ചിട്ട് ഒരു മർച്ചൻ്റ് നേവിക്കാരൻ, അവിടെ വെച്ച് കാലൊടിഞ്ഞുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് പോയി, സാറിന് ഇവിടെ വെച്ച് കണ്ടതിൽ സന്തോഷമുണ്ട്. ഈ അടുത്ത കാലത്ത് ഞാനും ഭാര്യയൊക്കെ ഇട്ട് ഇസ്രായേലിൽ പോയപ്പോൾ ജെറുസലേമിൽ വെച്ച് ഒരാൾ ഓടി വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് റോയ് സാറല്ല. അപ്പം നോക്കിയപ്പോൾ ഒരു അറബിയെ പോലെ തോന്നുന്നുണ്ട്. ഈ അറബികൾ കറുത്തവരും ഒക്കെ ഉണ്ട്. അപ്പോൾ ആൾ പറഞ്ഞു ഞാൻ ഹരിപ്പാട്ടുകാരൻ പ്രമോദാണ്, വളരെ കാലമായി ഞാൻ വായിച്ചിട്ടുള്ളതാണ്. അതൊക്കെ തന്നെ ഒരു മനുഷ്യന് നൽകുന്ന കേരളത്തിൽ വെച്ച് ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാനിപ്പോൾ തീവണ്ടിയിൽ യാത്ര ചെയ്താൽ ഞാൻ യാത്ര ചെയ്യുന്നുണ്ടെന്ന് അറിയും. അപ്പം മിക്കവാറും അവധി കഴിഞ്ഞ് വരുന്ന പട്ടാളക്കാർ അവരെ വരും, പറയും സാറേ ഞങ്ങൾ അവധിക്ക് പോവുകയാണ്, ഒരാഗ്രഹമുണ്ട്, സാറും ഞങ്ങളും കൂടി ഒരു സ്മോൾ അടിക്കണം. അപ്പോൾ കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് വന്നപ്പോൾ ഭാര്യ ഉണ്ടായിരുന്നു. ഭാര്യയോട് ചോദിച്ചു ഇങ്ങനെ അടിക്കുന്നതിന് വല്ല വിരോധം ഉണ്ടോ ചേച്ചി? ഒരു വിരോധവും ഇല്ല, പോലീസുകാർ പിടിക്കാതിരുന്നാൽ മതി, ഞങ്ങളൊരു അഭിലാഷമാണ്. അതൊക്കെ തന്നെ ഒരു സംതൃപ്തിയല്ലേ? അത് വളരെ ആളുകൾക്ക് ജീവിതത്തിൽ വെളിച്ചം നൽകി എന്ന് പറഞ്ഞ ആളുകൾ പറയാറുണ്ട്. അത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ കാര്യം. പിന്നെ അതിൻ്റെ അതിന് എല്ലാ ടൈപ്പ് ഓഫ് വായനക്കാരും ഉണ്ട്. റോയ് സാറിനോട് എത്ര സംസാരിച്ചാലും നമുക്ക് ആ കൊതി തീരുന്നില്ല. കാരണം അതാണ് ആ വാഗ്ധോരണി, ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, ആലുവപ്പുഴ ഒഴുകുന്നത് പോലെ. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇപ്പോൾ വിട പറയുകയാണ്. ആദ്യത്തെ എപ്പിസോഡ് തീരാനുള്ള സമയമായി. ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.